ഇല്ലേ ആപ്പിള് വേണോ? ആ അപ്പൊ വേണ്ടേ ആ ഏത് പൊക്കോട ഉണ്ട് മുട്ട മുന്തിരില്ലേ മുന്തിരി മുന്തിരി ഈ ഭാഗത്ത് വെള്ളം ഇല്ല ആ ഒരു പാത്രത്തിലിട്ട് കഴുകുക. നോക്ക് എന്തൊന്ന് നോമ്പറക്കുമ്പോ ജ്യൂസാ വേണ്ട മന്തി കൊണ്ടാനോ? തീറ്റ തുടങ്ങിയോ? ഇജ കുടിക്കല് അപ്പൊ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക. അപ്പൊ ഇതാ ഡീക്കടെ വീട്ടിക്ക് സൽമാന് മാത്രമുള്ള നോമ്പ് തുറക്ക് ഇതാ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി വന്നിക്കാൻ കേട്ടോ. എല്ലാ കാര്യങ്ങളും കാര്യസ്ഥപ്പണി എടുക്കുന്നത് നമ്മളെ സൽമാൻ തന്നെയാണ് കേട്ടോ. ഡി കെക്ക് ഒരു റോളും ഇല്ല. എടുത്തോളാം. മുന്തിരി മുന്തിരി ആപ്പിള് വേണോ? മുന്തിരി ഇത് മതി, നമുക്ക് എണ്ണക്കടി വാങ്ങേ. പൈനാപ്പിള് അത് മതി അപ്പൊ ഓൻ പറഞ്ഞോണ്ട് എടുക്കാണേ, നമ്മളെ ലിസ്റ്റിലില്ല. ഏത് പൊക്കോട ഉണ്ട് മുട്ട വെച്ച് വാങ്ങിയ പോലെ. എന്ത് ചോദിച്ചാലും വേണമെന്നുള്ള വർത്താനം മാത്രമേ ഉള്ളൂ, വേണ്ടാന്നുള്ള ഒരു വർത്താനല്ല. അത് കാരണം കൊണ്ട് ഞാൻ ചോദ്യം നിർത്തി. വേറെന്താ? പൊക്കോട ആണോ? പൊക്കോട കുറച്ച്. സൽമാന് കാര്യസ്ഥപണി മാത്രമേ കേട്ടോ, ക്യാഷിന്റെ ഇടപാടൊക്കെ നമ്മള് ചെയ്യണം. കാര്യസ്ഥപണി മാത്രല്ല കേട്ടോ, അടുക്കള ഭരണമുണ്ട്. ഇപ്പൊ എന്റെ ഉമ്മാനെ പഠിപ്പിക്കാണ്, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്, ഇത് ഇങ്ങനെ ചെയ്താ മതി. അവിടിങ്ങനെ മുന്തിരില്ലേ മുന്തിരി ഈ ഭാഗത്ത് വെള്ളം ഇല്ല ഒരു പാത്രത്തിലിട്ട് കഴുകുക. ഒരു പാത്രത്തില് അറിയില്ല കേട്ടോ. ഒരു പാത്രത്തില് മുള്ളക്കുക മുന്തിരി ആപ്പിളും ഈ ആപ്പിള് ഇങ്ങനെ വെക്കുക. ഒരു പാത്രത്തില് 3 പാത്രത്തില് ഇത് മുന്തിരി ഓരോ പാത്രത്തില് പറയുന്നത്. ഇത് പത്തിനും ഇത് പത്തതോ ജ്യൂസ് അതൊരു വെക്കണ്ട. ഞാനേ ഞങ്ങളിപ്പം അവരൊരു ബുള്ളറ്റ് നിൽക്കണം. ഇത് അപ്പുറം മുന്തിരി അത് കേൾക്കണം കേട്ടോ. ഇങ്ങനെ തീർക്കണം. വന്നൊക്കെ പോവാണ്, പന്തളിക്കാൻ പോവാണ് ഗ്രൗണ്ടിക്ക്. പോയി വരുമ്പോഴത്തേനും നിങ്ങളോട് അങ്ങനെ എന്റെ ഉമ്മാനോട് കൽപ്പിച്ചിട്ട് പോരുക. അങ്ങനെ ഞങ്ങളിതാ ഗ്രൗണ്ടിക്ക് വന്നിട്ടുണ്ടോ കളി കാണാന്. ഇനിയിപ്പോ മഗ്‌രിബ് വിവാൻ കൊടുക്കുന്ന സമയം വരെ എങ്ങനെയും സമയം പോണ്ടേ, അതിന് വേണ്ടി ഗ്രൗണ്ടിക്ക് പോന്നിക്കാണ്. ഫ്രൂട്ട്സും എണ്ണക്കടി എല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മന്തിയാണ്, അതിന് ഞങ്ങൾ കളി കഴിഞ്ഞ് പോകുമ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങും. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കളി ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല, കഴിഞ്ഞതിൻ്റെ മുമ്പാട് പോകുന്നു. സൽമാന്റെ ഉത്തരവാദിത്തമാണ് മന്തി വാങ്ങണ്ടേന്ന്. അങ്ങനെ ഞങ്ങളിതാ മന്തി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ ചങ്കിന്റെ കടയിലേക്ക് വന്നിക്കാണ്. അങ്ങനെ ഇതാ തിരിച്ച് വീട്ടിലെത്തി. നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സും എണ്ണക്കടിയും ടേബിളിൽ കൊണ്ടുപോയി സെറ്റാക്കാണ്. ഒന്നും നമ്മൾ ചെയ്യണ്ട, ഒക്കെ ആശാൻ ചെയ്യും. ഹലോ, എന്താ എന്തൊന്ന് ജ്യൂസ് അടിച്ചു വെച്ചു മനം മുളകൊക്കെ കേട്ടോ ഞാൻ എരിഞ്ഞ്.
ഇപ്പൊ അതൊക്കെ നമുക്ക് നോമ്പറക്കാരായേ ഉള്ളിമ്മ നമുക്കേ നോമ്പറക്കുമ്പോ ജ്യൂസാവാണ്ട്. ഇനിയിപ്പോ എനിക്ക് അടുത്തത് ജ്യൂസിൽ മധുരം ഉണ്ടോ ഇല്ലയെന്ന് അറിയണത്രേ. പൊടിച്ചോക്കെ കയ്യായിരിക്കും എന്നെ വെച്ചോ. രസമുണ്ടല്ലേ? അങ്ങനെ ദാ കാത്തിരിപ്പിനൊടുവിൽ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. ഞങ്ങള് നോമ്പ് തുറന്നു കിട്ടോ. വെള്ളമുണ്ട്, കൊണ്ടുണ്ട്. അതൊക്കെ രസമുണ്ട്. നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കൊടുന്നാണേ. നാളെ വെള്ളിയാഴ്ച എന്താണ്? നാളെന്താ? നാളെ പെരുന്നാളല്ല. ചിലപ്പോ മാസം കാണട്ടെ. എന്ത് പെരുന്നാൾ നാളെയാണോ? ചെരുപ്പോ? ഓന്റെ ഏതോ ഒരു പഴയ ചെരുപ്പ് കാണാതല്ല, അതാണ് ഇപ്പൊ പ്രശ്നം. ഇത് ഷിയാസ്കല്ലേ? ഷിയാസ്ക പുതിയ ചെരുപ്പ് വാങ്ങി കൊടുത്തു 2 ദിവസം മുമ്പേ. അപ്പൊ പോനിക്ക് പഴയ ചെരുപ്പ് പോയതാണ്. ഖത്തർക്ക് പോയപ്പോഴോ? ഖത്തർ പോയപ്പോഴോ പഴയ ചെരുപ്പ് ഏതോ ഒരു ചെരുപ്പ് കാണാനല്ല, അതിന് പകരം പുതിയൊരു ചെരുപ്പ് വാങ്ങിയിട്ട് ചെരുപ്പുകളുടെ എണ്ണം ബാലൻസ് ചെയ്യണം. അതാണ് ഇപ്പത്തെ ആവശ്യം. നോമ്പ് തുറന്നല്ലോ, ഇനിയിപ്പോ ഫ്രൂട്ട്സ് എണ്ണക്കടിയൊക്കെ കിച്ചണിക്ക് ഉള്ളിക്ക് കൊണ്ടുവച്ചിട്ട് മന്തി ഇങ്ങോട്ട് കൊടുന്നു വെക്കാന്. എങ്ങനെയുണ്ട്? നിസ്കരിച്ചിട്ട് തിന്നാ പോരെ മുണ്ട് മന്തി? ഞാൻ നിസ്കരിക്കട്ടെ? ഇജ് നിസ്കരിക്കണില്ലേ? എന്റെ കൂടി നിസ്കരിക്കല്ലേ? എന്നാ വാ, എന്നാ നീക്ക്. നിസ്കരിക്കാൻ പോണ്ടേ? എന്റെ കൂടിന്നേ പൊതുണ്ടാക്കിട്ട് നിസ്കരിക്കണ്ടേ റൂമിന്ന്? അതെ നിസ്കരിക്കണ്ടേ? പൊതുണ്ടാക്കണ്ടേ? പൊതു വേണ്ടാന്നോ? എന്നാ ആയിക്കോട്ടെ എന്നാ ഞാനേ ഒതു കൊടുത്തിട്ട് വരാം. നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം ഓടി കയറിയത് കിച്ചണിക്ക് തന്നെയാണ് കേട്ടോ. ഉമ്മ നിസ്കരിച്ചേ? അത് കഴിഞ്ഞിട്ട് മതി, അതോ നമ്മക്ക് വിളമ്പിന്നോ? അനക്ക് എയർപോർട്ടിൽ പോണോ? നമ്മക്ക് ഉമ്മ നിസ്കരിച്ചിട്ട് ഓതാനൊക്കെ ഉണ്ട്, അപ്പൊ നമ്മക്ക് വിളമ്പാ അല്ലേ? അല്ലേ എന്താ അമ്മ വിളിക്കണു? എന്ത് എന്ത് ആ കയ്യിലോ? അതല്ല, ഇതാണ് അത്. നമുക്ക് ടേബിൾ കൊണ്ടേക്കല്ലോ. എന്ത് എന്ത് വലുതോ? ഇക്ക് ചെറുതോ? ആയിക്കോട്ടെ. ഇക്ക് ലെഗ് പീസ്. മനെ ഞമ്മളൊരു പണി എടുക്കണ്ടല്ലേ? പുള്ളിച്ചെടുത്തോളൂ അല്ലേ? വളമ്പല് തുടങ്ങിയോ? 2 പ്ലേറ്റ് വെക്കും. ഇതെടുത്തിട്ട് വരാം ഞാന്. തക്കാളി ചട്നി ഇതെടുത്തിട്ട് വരാം കേട്ടോ. തീറ്റ തുടങ്ങിയോ? നല്ല ആള്. ഈ അൽഫാമിന്റെ പീസല്ലേ, അത് നമ്മളെപ്പോഴും സൽമാൻ ഇങ്ങനെ നുള്ളി കൊടുക്കണം. അത് വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അവന് പല്ലില്ലാത്ത കാരണം കൊണ്ട് അവനക്ക് ചമക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് പിച്ചി ചീന്തി ഇങ്ങനെ ചമക്കാനുള്ള പാകത്തിൽ ആക്കി കൊടുക്കും. ഒരു സൈഡിൽ ഒരു പല്ല് മാത്രമേ ഉള്ളൂ, അപ്പോൾ അവിടെ ഇട്ടിട്ടാണ് ആശാൻ അത് ചമക്കുക. പല്ല് വെച്ചു കൊടുത്തൂടെ എന്നുള്ള കമൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്, പല വീഡിയോസിലും കണ്ടതാണ്.
പല്ല് വെച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ സൽമാനെ പോലുള്ള ഒരാൾക്ക് പല്ല് വെച്ചു കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പലതും ഉണ്ട്. ആ ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അതിന് മുതിരാത്തത്. കറക്റ്റല്ലേ? നീ ചോറ് വേണോ? രണ്ടോട്ട് ഇട്ടുപ്പോ പെപ്സി വിളിക്കും മതി ഇത്ര വിളിക്ക്. ഇപ്പൊ രണ്ടോട്ട് ഇട്ടുവനെ ഓൻ കുടിക്കൂല. കുടിക്കല്ലോ ഓനമ്മ അതിന്റെ ആള് പെപ്സിന്റെ ആള്. ആ ഇജ കുടിക്കലേ. ആ അപ്പൊ മെല്ലെ ഓലൊന്നും ഇവിടെ ഇല്ലല്ലോ മെല്ലെ. അപ്പൊ ഞാന് വയറിന് കേടാണ് നിന്റെ അമ്മ പറയുന്നില്ലേ? ഇതല്ലേ വെള്ളം ഇങ്ങനെ ഇത് ചെയ്യും വെള്ളം. അവന് ഒരു ക്ലാസ്സില്ലേ എന്റെ ഓലൊന്നും അറിയില്ലല്ലോ, ആദ്യം പരിചയപ്പെടുത്തുന്നുണ്ട. അപ്പൊ വെള്ളം കുടിച്ചെണ്ടാന്ന് എല്ലാരും പറയില്ലേ? നമ്മളെ കൂട്ടത്തില് DK-ലോ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ആ പെപ്സി കുടിക്കുന്ന ഞാൻ ഓനാണ് ഏറ്റവും കൂടുതൽ കുടിക്കുക. ഞാനും എപ്പോഴെങ്കിലും ആയിക്കോട്ടെ മാസം കണ്ടു ഒലിവായി. മുണ്ടും കുപ്പായം തുടങ്ങി ഈ ഉണ്ടാക്കില്ല ഈ രണ്ടും പഴക്കും അതിന്റെ രണ്ട് പഴക്കും പൊളിക്കട പൊലിവായില്ലേ? ഞാന് ഒന്നും സെവനപ്പച്ച് കുടിക്കൂലേ? കുടിക്കും. മന്തി ഉണ്ടപ്പായില്ലേ ഉണ്ടപ്പായി വെളുപ്പാണ് പള്ളാന്ന് വയറേ. ഞാൻ ഉണ്ടപ്പായി ഇത് കാണും, ഈ വീഡിയോ കാണും. എല്ലാം ഉണ്ടപ്പായുടെ ഉണ്ടപ്പായി മാത്രമേ ഉള്ളൂ ഇത്രയോ ഒന്നുമില്ല. അത് പള്ള വളവെന്നറിയോ? മെല്ലെ ഉണ്ടപ്പായി കണക്കാ ഈ ആള് ഉണ്ടപ്പായി ഇങ്ങനെ വിളിക്കും. ഉണ്ടപ്പായി എന്നെ വിളിച്ചോണ്ട് കേണില്ലേ കുട്ടിന്? അല്ലാതെ അങ്ങോട്ട് വിളിച്ചതാക്കിയല്ല. ഏതോ വളവെന്നറിയോ? ഓന്റെ അമ്മയും ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ പുറത്തു നിന്നിട്ട് ദേഷ്യപ്പെടുന്നു. എപ്പോഴും മന്തി എന്നിട്ട് ഓരൊക്കെ പറയും കുറച്ച് തിന്നായി എപ്പോഴെങ്കിലും മതിന്ന്. ഉമ്മാനോട് സലാമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പൊ മേലേക്ക് നോക്കണ എന്താ അറിയോ? അമ്പിളിമാമന്റെ തിരയാണ്, മാസം കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ മറക്കാണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.